ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയറും ശ്രീ സച്ചിൻ ദേവ് MLAയും ഒരു KSRTC ഡ്രൈവറുമായി ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ പോലീസ് സുപ്രീം കോടതിയുടെ ഉത്തരവിനെയും പോലീസ് ക്രിമിനൽ നടപടി ചട്ടങ്ങളെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനുമെല്ലാം വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 27-ാം തീയതി നടന്ന സംഭവത്തിൽ അന്ന് രാത്രി തന്നെ ഡ്രൈവർ ശ്രീ യദു പോലീസിന് കൃത്യമായ പരാതി നൽകിയിട്ടും നാളിതുവരെയായി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല, FIR എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കേരളത്തിൽ CPM-ന്റെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്ന കേസുകളിൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരം കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡ് നടപ്പിലാക്കാനാണ് കേരളത്തിലെ പോലീസ് ശ്രമിക്കുന്നത്. ഇവിടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP 2014 വളരെ വ്യക്തമായി തന്നെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എൻക്വയറി പോലും നടത്താതെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. അത് റിലേ ചെയ്തുകൊണ്ട്, അത് റീട്രേറ്റ് ചെയ്തുകൊണ്ട് 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി സിന്ധു ജനക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇങ്ങനെയാണ്: ഇൻ വ്യൂ ഓഫ് ദ ഡിസിഷൻ rendered by the Constitution bench in the case of Lalita Kumari versus State of Uttar Pradesh and others, we are of the opinion that the registration of FIR is mandatory under section 154 CRPC if the information discloses commission of a cognizable offense. ഈ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കുറേ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി ഈ കേസിൽ നൽകിയിട്ടുണ്ട്. അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് കേരള പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ രജിസ്ട്രേഷൻ ഓഫ് FIR is mandatory under section 154 of the code if the information discloses commission of a cognizable offense and no preliminary inquiry is permissible in such a situation. ഒരു പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറയുന്നത്, ഇഫ് ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഡസ് നോട്ട്, അതൊന്നും ഇതിന് ബാധകമായിട്ടുള്ളതല്ല. ഇഫ് ദ എൻക്വയറി ഡിസ്ക്ലോസസ് ദ കമ്മീഷൻ ഓഫ് എ കോഗ്നൈസബിൾ ഒഫൻസ് ദ FIR മസ്റ്റ് ബി രജിസ്റ്റേർഡ്. വീണ്ടും പറയുന്നു, പാരഗ്രാഫ് 120.4 പറയുന്നു, ദ പോലീസ് ഓഫീസർ കനോട്ട് അവോയ്ഡ് ഹിസ് ഡ്യൂട്ടി ഓഫ് രജിസ്റ്ററിംഗ് ഒഫൻസ് ഇഫ് കോഗ്നൈസബിൾ ഒഫൻസ് ഈസ് ഡിസ്ക്ലോസ്ഡ്. ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ അഗൈൻസ്റ്റ് എറിംഗ് ഓഫീസർ. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥനെതിരെ ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ അഗൈൻസ്റ്റ് എറിംഗ് ഓഫീസേഴ്സ് ഹു ഡു നോട്ട് രജിസ്റ്റർ ദ FIR ഇഫ് ഇൻഫർമേഷൻ റിസീവ്ഡ് ബൈ ഹിം ഡിസ്ക്ലോസസ് എ കോഗ്നൈസബിൾ ഒഫൻസ്. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ടും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ടുള്ള FIR രജിസ്റ്റർ ചെയ്യണം എന്ന കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2023 വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 27-ാം തീയതി രാത്രി പരാതി കിട്ടിയിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ഉന്നത പോലീസ് DGP തയ്യാറാകണം. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി
ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പരാതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്ന്, കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി, സെക്ഷൻ 353. അതുപോലെ തന്നെ എങ്ങോട്ടും പോകാൻ കഴിയാതെ തടഞ്ഞു വെച്ചു, 341. 294B അനാവശ്യം വിളിച്ച് പറയുക. 351 വണ്ടിയിൽ അതിക്രമിച്ച് കയറുക, MLA വണ്ടിയിൽ അതിക്രമിച്ച്. അപ്പോൾ ഒരു സീരീസ് ഓഫ് ഒഫൻസ് നടന്നിരിക്കുക. മറ്റൊന്ന്, തെളിവ് നശിപ്പിക്കുന്ന നടപടിയും കൂടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട തെളിവ്? അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ ആണ്, റെക്കോർഡ് ചെയ്യപ്പെട്ട ടെലിഫോണിൽ അന്ന് ഈ ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ്. അപ്പൊ തെളിവ് നശിപ്പിക്കാൻ കൂടി ഇവർ പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ വ്യക്തമാണ്, പോലീസ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോലീസ് പ്രവർത്തിക്കുകയാണ്. അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ പോലീസ് മേധാവിക്ക് ബാധകമാണോ? കേരളത്തിലെ പോലീസ് മേധാവി സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ? കേരളത്തിലെ ഗവൺമെന്റ് ബാധ്യസ്ഥമാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ പ്രധാനമായും വരുന്നത്. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ KSRTC 8/6/2022 അന്നത്തെ CMD ഇറക്കിയ ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി യൂണിറ്റ് ഓഫീസർ പോലീസിൽ പോയി പരാതി കൊടുത്ത് കേസ് ചാർജ് ചെയ്യിപ്പിച്ച് തുടർ നടപടി സ്വീകരിക്കണം എന്ന് 8/6/2022 സർക്കുലറിൽ അന്നത്തെ CMD വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ കാര്യത്തിലും ഇവിടെ കുറ്റകരമായ വീഴ്ച KSRTCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്.